കോടമഞ്ഞും കുളിർക്കാറ്റും കൊണ്ട് പൊതിഞ്ഞൊരു മലമുകളിൽ മേഘങ്ങളെ തൊട്ടുരുമ്മി നിൽക്കുന്ന ആകാശത്തിന് കീഴെ ഒരു പ്രഭാതം വിരിയുന്നത് സങ്കൽപ്പിച്ചു നോക്കിയിട്ടുണ്ടോ? ഇടുക്കിയിലെയും വയനാട്ടിലെയും മലനിരകളെ ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയൊരു സുന്ദരമായ അനുഭവം നമ്മുടെ തിരുവനന്തപുരത്തുമുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പലരും അത്ഭുതപ്പെട്ടേക്കാം. പൊന്മുടിയിലേക്കുള്ള യാത്രകൾക്കിടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും നമ്മളെ കുതിപ്പിച്ചു വിളിക്കുന്ന ഒരു ഒളിച്ചിരിക്കുന്ന വിസ്മയമുണ്ട് നെടുമങ്ങാടിനടുത്ത്. അതാണ് ചിറ്റിപ്പാറ. തിരുവനന്തപുരത്തിന്റെ മീശപ്പുലിമല എന്ന് സഞ്ചാരികൾക്കിടയിൽ വിശേഷണമുള്ള ഈ പ്രദേശം കേവലം ഒരു കാഴ്ചപ്പാറ മാത്രമല്ല, പ്രകൃതിയുടെ ഒരു ഭൂമിശാസ്ത്ര അത്ഭുതം കൂടിയാണ്. തലസ്ഥാന നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും വെറും 30 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നെടുമങ്ങാട് താലൂക്കിലെ തൊളിക്കോട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മലയടി എന്ന സുന്ദരമായ ഗ്രാമത്തിലെത്താം. പച്ചപ്പുതച്ച റബ്ബർ തോട്ടങ്ങൾക്കും നാട്ടിടവഴികൾക്കും നടുവിലൂടെയുള്ള യാത്ര ചെന്നവസാനിക്കുന്നത് മലയടിയിലെ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഇവിടെ നിന്നാണ് ചിറ്റിപ്പാറയിലേക്കുള്ള യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ പച്ചപ്പരപ്പിന് നടുവിൽ ഒരു വലിയ ആമ മലർന്നു കിടക്കുന്നത് പോലെ തോന്നിപ്പിക്കും ഈ ഭീമൻ ഗ്രാനൈറ്റ് പാറക്കെട്ട്. ഏകദേശം 12 ഏക്കറോളം പ്രദേശത്തായി പരന്നു കിടക്കുന്ന ഈ ഭീമൻ പാറ പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ വന്യമായ ഒരു ഭംഗിയോടെയാണ് തലയുയർത്തി നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ വശത്തുകൂടിയുള്ള ചെറിയ പാതയിലൂടെ മുകളിലേക്ക് നടക്കുമ്പോൾ തന്നെ തണുത്ത കാറ്റ് നമ്മളെ വന്ന് പൊതിയാൻ തുടങ്ങും. തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ട് തോന്നാമെങ്കിലും വെറും 15-20 മിനിറ്റ് മാത്രം നീളുന്ന കുത്തനെയുള്ള കയറ്റം കയറി മലമുകളിലെത്തുമ്പോൾ അനുഭവപ്പെടുന്ന ആ അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ശ്വാസമടക്കി പിടിച്ച് മലമുകളിലേക്ക് കാലെടുത്തു വെക്കുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 800ഓളം അടി ഉയരത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു 360 ഡിഗ്രി ദൃശ്യവിരുന്നാണ്. തലേദിവസം രാത്രി ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് പുലർച്ചെ ചിറ്റിപ്പാറ പൂർണ്ണമായും കോടമഞ്ഞിൽ മുങ്ങിനിൽക്കും. അഗസ്ത്യാർകൂട മലനിരകളുടെ പശ്ചാത്തലത്തിൽ മഞ്ഞിൻ കണങ്ങളെ ചീന്തിയെറിഞ്ഞ് സൂര്യൻ ഉദിച്ചുയരുന്ന കാഴ്ച ഏതൊരു യാത്രാപ്രേമിയുടെയും മനസ്സ് നിറയ്ക്കുന്നതാണ്. വെയിലിന്റെ ചൂട് കൂടുമ്പോഴും ശരീരത്തെ തണുപ്പിക്കുന്ന ശക്തമായ കാറ്റാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ടുതന്നെ വൈകുന്നേരങ്ങളിലെ അസ്തമയം ആസ്വദിക്കാനും നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ പാറയുടെ ഓരോ വശങ്ങൾക്കും ഓരോ പ്രത്യേകതകളാണുള്ളത്. ഇതിന്റെ വടക്കേ വശം എപ്പോഴും തണൽ നിറഞ്ഞതും കേരളത്തിലെ കടുത്ത ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്ന ശക്തമായ കുളിർക്കാറ്റ് വീശുന്നതുമായ ഭാഗമാണ്. തെക്കേ വശം കയറാൻ എളുപ്പമുള്ളതാണെങ്കിലും മരങ്ങൾ കുറവായതിനാൽ നേരിട്ട് വെയിലടിക്കുന്ന ഭാഗമാണ്. സാഹസിക സഞ്ചാരികൾക്കും റോക്ക് ക്ലൈംബിംഗ് പരിശീലിക്കുന്നവർക്കും പറ്റിയ വെല്ലുവിളികൾ നിറഞ്ഞ നിരവധി ക്ലൈംബിംഗ് റൂട്ടുകൾ ഇതിന്റെ പടിഞ്ഞാറേ വശത്തുണ്ട്. പല പ്രൊഫഷണൽ ക്ലൈംബർമാരും ഈ വശങ്ങളിലെ കുത്തനെയുള്ള പാറകളിൽ പരിശീലനത്തിനായി എത്താറുണ്ട്. മുൻപ് ഈ പാറയുടെ ഒരു വലിയ ഭാഗം പൊട്ടി താഴേക്ക് പതിച്ച സംഭവം വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഈ ഭൂമിശാസ്ത്രപരമായ മാറ്റത്തിന് ശേഷമാണ് ചിറ്റിപ്പാറ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടാൻ തുടങ്ങിയത്. ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗികമായ വലിയ നിയന്ത്രണങ്ങളോ സുരക്ഷാ വേലികളോ ഇല്ലാത്ത ഒരു പ്രകൃതിദത്ത ഇടമാണിത്. അതുകൊണ്ടുതന്നെ ഇവിടെ നിലവിൽ ഗാർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല. ചിറ്റിപ്പാറയിൽ ഓരോ അടിയും സൂക്ഷിച്ചു വേണം വെക്കാൻ. കടുത്ത മഴയുള്ള സമയങ്ങളിൽ പാറയിൽ വഴുക്കൽ വളരെ കൂടുതലായിരിക്കും. കൂടാതെ മുകളിൽ കയറിയാൽ മഴയത്ത് ഒളിച്ചു നിൽക്കാൻ മറ്റ് തണലുകളൊന്നുമില്ല എന്ന കാര്യവും ഓർക്കുക. ഏത് നിമിഷവും ശക്തമായ കാറ്റടിക്കാൻ സാധ്യതയുള്ള ഇടമായതിനാൽ പാറയുടെ അരികുകളിൽ പോയി നിൽക്കുമ്പോഴും മുകളിലേക്ക് പോകുമ്പോൾ ആവശ്യത്തിന് കുടിവെള്ളവും ലഘുഭക്ഷണങ്ങളും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. കാരണം അവിടെ കടകളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. എന്നാൽ നമ്മൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ അവിടേട്ട് ഈ പ്രകൃതിഭംഗി നശിപ്പിക്കില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൗകര്യങ്ങളില്ലാത്തതിനാൽ താഴെ ക്ഷേത്രത്തിനടുത്തുള്ള റോഡരികിൽ വേണം വാഹനങ്ങൾ നിർത്താൻ. തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും നെടുമങ്ങാട് തൊളിക്കോട് വഴി ഏകദേശം 32 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെയെത്താം. വിതുരയിൽ നിന്ന് വെറും 6 കിലോമീറ്ററും നെടുമങ്ങാട് നിന്ന് 13 കിലോമീറ്ററുമാണ് ദൂരം. തൊളിക്കോട് ജംഗ്ഷൻ കഴിഞ്ഞ് ഇരുതലമൂല എന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മലയടി റോഡിലൂടെ 2 കിലോമീറ്റർ വന്നാൽ പാറയുടെ അടിവാരത്തെത്താം. ചിറ്റിപ്പാറ കണ്ടുമടുത്തവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും 26 കിലോമീറ്റർ മാത്രം അകലെയുള്ള പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര നീട്ടുകയും ചെയ്യാം. പൊന്മുടി യാത്രകളുടെ പതിവ് റൂട്ടുകളിൽ നിന്നും മാറി അധികം കാശുമുടക്കില്ലാതെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ തികച്ചും സമാധാനപരമായ ഒരിടമാണ് ചിറ്റിപ്പാറ. നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി പ്രകൃതിയോട് അലിഞ്ഞുചേരാൻ കൊതിക്കുന്നവർക്ക് ഈ മലമുകളിലെ കാറ്റും മഞ്ഞും ഒരു പുതിയ ഉണർവ് സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല. ഈ വരുന്ന വീക്കെൻഡിൽ നിങ്ങളുടെ യാത്രാ ഡയറിയിലേക്ക് ചിറ്റിപ്പാറയെ കൂടി ചേർത്തുവെക്കൂ.